വളരെ റേറ്റ് കുറഞ്ഞ രീതിയിൽ വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 10 രൂപയുടെ കിൻഡർ ജോയ് അത് ഞാൻ 2 രൂപയ്ക്ക് നിനക്ക് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ളത് അതായിരിക്കില്ല. അപ്പോൾ നമ്മളൊരു ഫിനാൻഷ്യൽ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ആരെടുത്ത് ചോദിക്കും? നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പറയും. ഏറ്റവും ബെസ്റ്റ് എന്താണ്? ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കാണുക, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കൺസൾട്ടൻസിനെ കാണും. അതുപോലെ തന്നെയാണ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസും. ഇവർ ചെന്ന് വിസിറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ വിൻഡോ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം അവരുടെ അടുത്തുള്ള ഡ്രോയിങ് ഒക്കെ നമുക്ക് അനലൈസ് ചെയ്യാം. നമ്മളൊരു റിപ്പോർട്ട് കൊടുക്കും. ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം. അത് ബിൽഡർക്ക് കൊടുത്ത് അവർ മാറ്റാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ മേടിച്ചോളൂ. ബട്ട് നമ്മൾക്ക് ഉപയോഗിച്ചിട്ടുള്ള സിമെൻ്റ് ഏതാണെന്ന് നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ പോയി. നല്ല നല്ല ബ്രാൻഡുകളും ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തു പോകുന്നത്. അത് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോവുക. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബഡ്ജറ്റ് ഉണ്ടാവും. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ആൾക്കാർ വില്ല പ്രൊജക്റ്റിലേക്കൊക്കെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ലിവിങ് ഇഷ്ടപ്പെടുന്നതാണ്. ഇപ്പോൾ എല്ലാവരും ഒറ്റപ്പെട്ട് പോകുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒന്നും ഇങ്ങനെയുള്ള ബിൽഡേഴ്സ് ഒരു ചാൻസ് എടുക്കില്ല.